നിങ്ങളുടെ കുട്ടി ഫോൺ വളരെ അടുത്ത് പിടിച്ചിരിക്കുകയോ ടിവിക്ക് അടുത്തിരിക്കുകയോ ചെയ്യുകയാണോ? കറുത്ത ബോർഡ് കാണാൻ കണ്ണുകൾ കുരുക്കി നോക്കുകയോ? ഇവകൾ എൻ്റെ ദൂരദർശനക്ഷമത കുറവിൻ്റെ അല്ലെങ്കിൽ ദൂരദർശനക്ഷമത കുറവിൻ്റെ പ്രാരംഭ ചിഹ്നങ്ങളാകാം. ലോകമെമ്പാടും കുട്ടികളിൽ വേഗത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ. മയോപ്പിയ എന്നത് ദൂരത്തിലെ വസ്തുക്കൾ മഞ്ഞ് കാണപ്പെടുകയും സമീപത്തിലെ വസ്തുക്കൾ വ്യക്തമായിരിക്കുകയുമാണ്. അത് കണ്ണിൻ്റെ നീളം സാധാരണത്തേക്കാൾ നീളുമ്പോൾ സംഭവിക്കുന്നു. മണിച്ചെരിയുടെ നേരെയല്ലാതെ മുന്നിൽ കേന്ദ്രീകരിക്കാൻ പ്രകാശത്തെ കാരണം. വിദഗ്ധർ വിശ്വസിക്കുന്നു, നിരവധി ജീവിതശൈലി മാറ്റങ്ങൾ മയോപ്പിയയുടെ വർധനവിന് സംഭാവന നൽകുന്നു. മക്കൾ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, കമ്പ്യൂട്ടറുകൾ കൂടാതെ അടുക്കളയിലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. പ്രകൃതി ദീപ്തിയിൽ പുറത്തു ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുമ്പോൾ ഈ സാധാരണ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി പലപ്പോഴും കണ്ണുകൾ ചുരുട്ടിയിരിക്കാം, ടെലിവിഷനോട് വളരെ അടുത്തിരിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വളരെ അടുത്ത് പിടിച്ചിരിക്കാം. തലവേദനയ്ക്ക് പരാതിപ്പെടുക, തങ്ങളുടെ കണ്ണുകൾ പലപ്പോഴും മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് മുറിയിലെ ബോർഡ് കാണുന്നതിൽ ബുദ്ധിമുട്ടുക. ദിവസം കുറഞ്ഞത് 2 മണിക്കൂർ പുറത്ത് ചെലവഴിക്കുന്നത് മയോപ്പിയ വികസിപ്പിക്കുന്നതിനുള്ള അപകടം കുറയ്ക്കാൻ സഹായിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചന്ദ്രകലാരാകൃതിക പ്രകാശം ആരോഗ്യകരമായ കണ്ണിന്റെ വികസനത്തിന് പിന്തുണ നൽകുന്നതുപോലെ തോന്നുന്നു. മക്കളെ ദൂരത്തിലുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രചോദനം നൽകുന്നു. എങ്കിലും മയോപ്പിയയെ എപ്പോഴും തടയാൻ കഴിയുന്നില്ല. എന്നാൽ അതിൻ്റെ പുരോഗതി പലപ്പോഴും മന്ദഗതിയാക്കാൻ കഴിയും. നിയമിത കണ്ണുപരിശോധനകൾ, അനുയോജ്യമായ കണ്ണടകൾ, ചില പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കോൺടാക്ട് ലെൻസുകളും കുറഞ്ഞ ഡോസിലുള്ള അട്രോപ്പിൻ കണ്ണുകൈരും സഹായിക്കാം. കണ്ണ് വിദഗ്ധന്റെ മാർഗനിർദ്ദേശത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളിൽ മയോപ്പിയ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രാരംഭ കണ്ടെത്തലും ആരോഗ്യകരമായ ശീലങ്ങളും നിങ്ങളുടെ കുട്ടിയുടെ കാഴ്ചയെ സംരക്ഷിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും മുന്നറിയിപ്പുകൾ കാണുകയാണെങ്കിൽ സമഗ്രമായ കണ്ണിന്റെ പരിശോധന നടത്താൻ ഷെഡ്യൂൾ ചെയ്യുക. ഈ വീഡിയോ മറ്റു മാതാപിതാക്കൾക്കൊപ്പം പങ്കിടുക. വിശ്വസനീയമായ കണ്ണിന്റെ ആരോഗ്യ വിവരങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.